ഓം ശ്രീ ഗണേശാശരദ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. ദശകം 93. 24 ഗുരുക്കന്മാർ. താവക കാരുണ്യം കൊണ്ടു മമതാബുദ്ധി വേടിയാൻ ആത്മാവിനെ അങ്ങയിൽ തന്നുറപ്പിച്ചിടാം. സകലതും ഉപേക്ഷിച്ചു മായാവിലാസമറിഞ്ഞു സർവേശ്വരാ നിൻ പാദത്തിൽ ശരണം തേടാം. മറ്റു ജീവകളെക്കാളും വിശേഷ ബുദ്ധിയുള്ളതാം മാനുഷനായി പിറക്കുക ഏറെ പ്രയാസം. അവനവൻ തന്നെ തൻ്റെ മിത്രമാകാം ശത്രുവാകാം, അവിടുത്തെ ഭക്തിയുള്ളോൻ സുഹൃത്തു തന്നെ. ലോകത്തുള്ള സകലതും മാതൃകാ ഗുരുവാണത്രേ, ഭൂമിയിൽ നിന്നുള്ള ക്ഷമ പഠിക്കുന്നു ഞാൻ. വായുവിൽ നിന്നറിയുന്നു നിസ്സംഗത്വം, വാനിൽ നിന്നും ആത്മാവിനു ലോപമില്ല എന്ന തത്വവും. വെള്ളത്തിൽ നിന്നു ശുദ്ധിയും തീയിൽ നിന്നും അറിയുന്നു ദോഷമേൽക്കാത്തവസ്ഥയും ആത്മാവൊന്നെന്നും. ചന്ദ്രക്കല പോലെ വപുസ്സിനാണല്ലോ വൃദ്ധിക്ഷയം, സർവരിലും ആത്മാവൊന്നെന്നറിയുന്നു ഞാൻ. മാടപ്രാവിൽ നിന്നറിഞ്ഞു ബന്ധുസ്നേഹ ദുഃഖത്തെയും പെരുമ്പാമ്പു പഠിപ്പിച്ചു ഭക്ഷണക്രമം. തീയിൽ പാറ്റ എന്ന പോലെ വിഷയത്തിൽ കുടുക്കല്ലേ, വണ്ടീനെ പോൽ സാരം മാത്രം കൈക്കൊണ്ടിടും ഞാൻ. കൊമ്പനെ പോൽ യുവരിയാൻ ബന്ധനസ്ഥാനാക്കിയിടുല്ലേ, ധനം കൊണ്ടു ദുഃഖം വരും തേനീച്ചയെ പോൽ. പാട്ടുകേട്ട മാനിനെ പോൽ വിഷയത്തിൽ പെടുത്തല്ലേ, ചൂണ്ടയിൽ കുടുങ്ങിയിടൊല്ലേ അന്നാർത്തി മൂലം. പിങ്കളയാം വേശസ്ത്രീയും കുരര പക്ഷിയും പിന്നെ കൊച്ചുകുട്ടി ഒറ്റവള അമ്പുണ്ടാക്കുന്നോൻ, ഇവരിൽ നിന്നു പാടിച്ചു ഭഗവാനെ അടിയനും സ്വന്തം വീടു കെട്ടി ആസക്തനാവുകയില്ല. എട്ടുകാലി പഠിപ്പിച്ചു എല്ലാം തന്നിൽ ലയിക്കുന്നു, വേട്ടാളനോ പഠിപ്പിച്ചു സാരൂപ്യമുക്തി. ദേഹവും ഒരു ഗുരുതാൻ, രോഗം വന്ന ദേഹമെന്നിൽ വിരക്തിയും വിവേകവും ഉളവാക്കുന്നു. ഭാര്യ, മക്കൾ, ഗൃഹം, ധനം എന്നിവ കാരണം ദേവാ ഭവൽ പാദഭക്തി മറന്നിടുന്നു ജനം. പഞ്ചേന്ദ്രിയങ്ങളോ നമ്മെ പരവശരാക്കിയിടുന്നു, പവനേശാ ദേഹമോഹം ഇല്ലാതാക്കണേ. ദേഹമോഹം ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിലോ ദേവാ, ദേഹസൗഖ്യം നൽകി നിന്റെ ഭക്തനാക്കണേ. ഏറെ ജന്മം കഴിഞ്ഞിട്ടും കിട്ടിയോരീ വിപ്രദേഹം, ഇന്ദ്രിയ സുഖത്തിലേക്കു തള്ളിവിടല്ലേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.